ഹലോ കുട്ടികളെ, വെൽക്കം ടു സ്കൂൾ ഫൺ ടൈം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആക്ടിവിറ്റീസ് ആണ്. ആക്ടിവിറ്റി 1, ഫെയർമാൻ ദിൽനയ്ക്ക് ഒരു അവാർഡ് നൽകി. അവൾ വളരെ സന്തോഷവതിയായി. അവൾ തൻ്റെ വികാരങ്ങൾ ഡയറിയിൽ എഴുതി. അവളുടെ ഡയറി എന്തായിരിക്കും? എങ്ങനെയായിരിക്കും? ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡയറി 25 ജൂൺ 2025 മൺഡേ. ഐ ബിക്കേം എ റിയൽ ഹീറോ ടുഡേ. ഇന്ന് ഞാനൊരു യഥാർത്ഥ ഹീറോ ആയി എന്ന് കൊടുത്തിട്ടുണ്ട്. ബാക്കി എന്തായിരിക്കും? എങ്ങനെയാ അവാർഡ് കിട്ടിയേ, എന്തായിരുന്നു സംഭവിച്ചേ എന്നാണ് എഴുതേണ്ടത്. നിങ്ങൾക്കറിയാവോ? നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ തന്നെ എഴുതണേ. എങ്ങനെയാ ഒരു ഡയറി എഴുതുന്നതെന്നറിയോ? കഴിഞ്ഞു പോയ ദിവസത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് എഴുതൂലേ, അതിനാണ് ഡയറി എന്ന് പറയാം. ഞാനൊരു ചെറിയൊരു ഡയറി എഴുതിയിട്ടുണ്ട്, അത് നോക്കാം. ഡയറി 25 ജൂൺ 2025 Monday. I became real hero today. I got an award from Fairman. I was playing with Isaac in the backyard. I told to Isaac, I think it will rain, and we went to the kitchen and grabbed cookies. Isaac called the mother, but there was no reply. We went to the living room. She was laying on the floor. Called her and shook gently, but she did not move. Isaac started to crying. I was scared. Suddenly I remembered the game I was played with grandmother. I called the helpline number 101. Quickly, the fireman came and gave the first aid to help mother wake up. She slowly opened her eyes and thanked the fireman. Then they appreciated me and said, "You are a real hero. You are a real hero." And the fireman invited the fire station, gives an award for bravery. At the time, I became very happy. This was one of the best days. I never forget it. Thanks for all. ദിൽന ഇങ്ങനെ ആയിരിക്കും എഴുതുക, അല്ലേ? എനിക്കിന്നൊരു അവാർഡ് കിട്ടി, ഞാനും ഐസക്കും കളിച്ചുകൊണ്ടിരുന്നു, ഇങ്ങനെ നടന്നു പോയ സംഭവങ്ങളൊക്കെ എഴുതുമല്ലേ? നിങ്ങൾ നിങ്ങളുടേതായ ശൈലിയിൽ എഴുതണേ. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ മാത്രം ഇത് നോക്കി എഴുതിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇവിടെ താഴെ കുറേ വാക്കുകളില്ലേ, അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കിയിട്ട് ആ ബോക്സിന് കളർ കൊടുക്കാനാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ദിൽന ആൻഡ് ഐസാക്ക് വെർ പ്ലേയിങ് ഇൻ ദി ലിവിംഗ് റൂം. ശരിയാണോ? തെറ്റാണ്, അല്ലേ? The fireman gave Dilna's mother some water to wake her up. ശരിയാണോ? തെറ്റാണ്. ഫസ്റ്റ് എയ്ഡ് അല്ലേ കൊടുത്തത്, അപ്പോൾ തെറ്റാണ്. ദിൽന റിമെമ്പേർഡ് ദ ഗെയിം ഷീ യൂസ് ടു പ്ലേ വിത്ത് ഹെർ മദർ. ശരിയാണോ? അതും തെറ്റാണ്, ഗ്രാൻഡ് മദർ ആണ്. ദിൽന വാസ് ഇൻവൈറ്റഡ് ടു ദ ഫയർ സ്റ്റേഷൻ ടു റിസീവ് എൻ അവാർഡ്. ശരിയാണ്. Dilna overcame the emergency situation based on her past experiences. ശരിയാണ്, അല്ലേ? ഈ പിക്ചർ കണ്ടോ? ഇതുപോലെ കളർ കൊടുത്താൽ മതി. ഓക്കെ, ഇതിൽ തെറ്റായ വാക്കുകൾ താഴെ എഴുതുക എന്നാണ് പറഞ്ഞത്. നോക്കാം നമുക്ക്. ദിൽന ആൻഡ് ഐസാക്ക് were playing in the backyard of their house. The fireman gave Dilna's mother first aid to wake her up. Dilna remembered the game she used to play with her grandmother. Okay, നമുക്ക് അടുത്തത് നോക്കാം. Let's read a notice. Notice: honoring our little hero, GLPS Shripuram, on 12th January at 2 p.m. School Auditorium. Dear friends, we are happy to invite you to a special program to honor Shruti, the recipient of the Ujjwala Balyam Award, for developing a learning app for self-study. The program will be inaugurated by Honorable Minister of Education. All are welcome to the program. Shripuram, 1st January 2025. Headmaster GLPS Shripuram. ഇങ്ങനെയാണ് ഒരു നോട്ടീസ് ഉണ്ടാവുക. കണ്ടോ? നോട്ടീസ് എന്ന് മുകളിലുണ്ടാവും. എന്നിട്ട് അതിൻ്റെ ടൈറ്റിലാണ് ഹോണറിങ് ഓർ ലിറ്റിൽ ഹീറോ.
GLPS ശ്രീപുരം. എവിടെയാണ് സ്ഥലം? എന്നിട്ട് ഡേറ്റ്, ടൈം, സ്ഥലം എവിടെ എന്നാണ്. ഓക്കെ. എന്നിട്ട് അതിൻ്റെ ഫോർമാറ്റ് എഴുതി അതാരാ കൊടുക്കുന്നത്? ഹെഡ് മാസ്റ്റർ. GLPS ശ്രീപുരം. GLPS ശ്രീപുരത്തെ ഹെഡ് മാസ്റ്ററാണ് കൊടുക്കുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത്. വാട്ട് ഈസ് ദ നോട്ടീസ് അബൌട്ട്? ഇതെന്തിനെ കുറിച്ചുള്ള നോട്ടീസാണ്? ഡെവലപ്പിംഗ് എ ലേണിംഗ് ആപ്പ്. വാട്ട് ഈസ് ദ ടൈറ്റിൽ ഓഫ് ദി പ്രോഗ്രാം? ഈ പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ എന്താ? ഓണറിംഗ് ഓർ ലിറ്റിൽ ഹീറോ എന്നാണ് ടൈറ്റിൽ. വേർ ഈസ് ദ പ്രോഗ്രാം ഗോയിങ് ടു ബി ഹെൽഡ്? എവിടെ വെച്ചാണ് പ്രോഗ്രാം നടക്കുന്നത്? എവിടെ വെച്ചാണ്? GLPS ശ്രീപുരം. വെൻ ഈസ് ദ പ്രോഗ്രാം ഗോയിങ് ടു ബി ഹെൽഡ്? എപ്പോഴാണ് പരിപാടി വെച്ചേക്കുന്നത്? എപ്പോഴാണ്? ഓൺ 12th January 2025. ഹു വിൽ ഇനോഗ്രേറ്റ് ദി പ്രോഗ്രാം? ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്? വിദ്യാഭ്യാസ മന്ത്രി, ഓണറബിൾ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ. നമുക്ക് അടുത്തത് നോക്കാം. ദിൽന became a hero. She was invited to ചെറുവപ്പടി ഫെയർ സ്റ്റേഷൻ to receive an award. Prepare a notice for the program. ദിൽന ഒരു ഹീറോ ആയി. ചെറുവപ്പടി ഫെയർ സ്റ്റേഷനിലേക്ക് ഒരു അവാർഡ് സ്വീകരിക്കാൻ അവളെ ക്ഷണിച്ചു. ദിൽന ഹീറോ ആയില്ലേ, അതുകൊണ്ട് ചെറുവപ്പടി ഫെയർ സ്റ്റേഷനിലേക്ക് ഒരു അവാർഡ് സ്വീകരിക്കാൻ അവളെ ക്ഷണിച്ചു. പരിപാടിക്കായി ഒരു നോട്ടീസ് തയ്യാറാക്കുക. ഇവിടെ സ്ഥലം കൊടുത്തിട്ടുണ്ട്, ചെറുവപ്പടി ഫെയർ സ്റ്റേഷൻ ഹാൾ. ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ടൈം കൊടുത്തിട്ടുണ്ട്, ചീഫ് ഗസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മുമ്പത്തെ പേജിൽ കണ്ട പോലെ ഒരു നോട്ടീസ് തയ്യാറാക്കാൻ പറ്റുമോ? നോട്ടീസിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. നോട്ടീസിന് ആദ്യം ഒരു ഫ്രെയിം വരയ്ക്കുക. നോട്ടീസ് എന്ന് എഴുതുക. എന്നിട്ട് ടൈറ്റിലാണ്, എന്നിട്ട് എവിടെയാണ് സ്ഥലം, എന്നിട്ട് ഡേറ്റ്, എന്നിട്ട് ടൈം, എന്നിട്ട് ആരാ ചീഫ് ഗസ്റ്റ്. ഫോർമാറ്റ് വളരെ ചുരുക്കി എഴുതിയാൽ മതി. ഓക്കെ, ഞാനൊന്ന് കാണിച്ചു തരാം. നോട്ടീസ് എന്ന് എഴുതുക, എന്നിട്ട് ടൈറ്റിലാണ്. ഞാൻ എന്താ ടൈറ്റിൽ കൊടുത്തിനെ? ലിറ്റിൽ ഹീറോ ബിഗ് കറേജ് എന്നാണ് പാഠത്തിൻ്റെ തന്നെ പേരാണ് കൊടുത്തത്. ചെറുവപ്പടി ഫയർ സ്റ്റേഷൻ ഹാൾ, 10th July 2025, 10 AM. ചീഫ് ഗസ്റ്റ് ഡിസ്ട്രിക്ട് കളക്ടർ. ഡിയർ ഫ്രണ്ട്സ്, join us. We celebrate Dilna, a little hero. She will be receiving an award for her brave. The district collector will be our chief guest. All are welcome to the program. ചെറുവപ്പടി 5th July 2025. ഓഫീസർ ചെറുവപ്പടി ഫയർ സ്റ്റേഷൻ. ഒരു നോട്ടീസിൽ മെയിനായിട്ട് ഓൾ ആർ വെൽക്കം ടു ദ പ്രോഗ്രാം എന്ന് എഴുതാൻ ശ്രദ്ധിക്കണം. നമ്മളെല്ലാവരും സ്വാഗതം ചെയ്യുന്നതല്ലേ, അപ്പോൾ താഴെയായിട്ട് ഓൾ ആർ വെൽക്കം ടു ദ പ്രോഗ്രാം എന്ന് വേണം. ഓക്കെ, ഈ നോട്ടീസും ഡയറിയും വേണ്ടവർക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് ഇട്ടാൽ മതി, അയച്ചു തരാം. ഓക്കെ. ദിൽനയുടെ അമ്മയെ ഉണർത്താൻ വേണ്ടി ഫയർമാൻ സഹായിച്ചില്ലേ, അതിന് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ദിൽന ഫയർ സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു. എന്നിട്ട് ദിൽനയും ആ ലേഡി ഓഫീസറും തമ്മിലുള്ള സംഭാഷണം എഴുതാനാണ് പറയുന്നത്. ഇവിടെ താഴെ കണ്ടോ? ഹലോ മാഡം, ഐ ആം ദിൽന, കോളിംഗ് ഫ്രം ചെറുവപ്പടി. ഹലോ മാഡം, ഞാൻ ദിൽന, ചെറുവപ്പടിയിൽ നിന്ന് വിളിക്കുന്നു. ഓ, ഐ റിമെമ്പർ യു. ഹൗ ആർ യു ദിൽന? ഓ, എനിക്കറിയാം നിന്നെ. സുഖാണോ ദിൽന എന്ന് ചോദിക്കുന്നു. എന്തായിരിക്കും ഇനി ദിൽന പറയാ? ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഐ എം ഫൈൻ മാഡം, വാട്ട് അബൌട്ട് യു? ഐ എം ഗുഡ്. വൈ ആർ യു കോളിംഗ്? എനി എമർജൻസി? എന്തിനാണ് വിളിച്ചത്? എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? നോ, ഐ കോൾ ടു സേ താങ്ക് യു. ഞാൻ വിളിച്ചത് ഒരു താങ്ക് യു പറയാനാണ്. ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി ടു ഹെൽപ്പ് ഇൻ ആൻ എമർജൻസി സിറ്റുവേഷൻ. എമർജൻസി സിറ്റുവേഷനിൽ സഹായിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എനിവേ താങ്ക് യു. എന്തായാലും നന്ദി. യു ആർ വെൽക്കം ദിൽന. ഇത് വളരെ എളുപ്പത്തിലുള്ള സംഭാഷണമാണ്. ഓക്കെ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതിൽ നന്നായി എഴുതണേ. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. ആക്ടിവിറ്റി 5. ഹിയർ ആർ സം പിക്ചർ വിച്ച് ഷോസ് സം എമർജൻസി സിറ്റുവേഷൻ. ഐഡൻറ്റിഫൈ ദ സിറ്റുവേഷൻ. ചില അടിയന്തര സാഹചര്യങ്ങൾ കാണിക്കുന്ന ചില ചിത്രങ്ങൾ ഇതാ. സാഹചര്യങ്ങൾ തിരിച്ചറിയുക. ഇത് ഏതൊക്കെ സിറ്റുവേഷനിലാണ്? ഒന്നാമത്തത് ഫയർ എക്സ്പ്ലോഷൻ ആണ്. രണ്ടാമത്തത് എന്താ? ആക്സിഡൻറ്റ്, അറിയാമല്ലേ?
മൂന്നാമത്തത് ഗ്യാസ് എക്സ്പ്ലോഷൻ. നാലാമത്തത് വെള്ളപ്പൊക്കമാണ്, ഫ്ലഡാണ്. ഓക്കെ. വാട്ട് ആർ സം അതർ എമർജൻസി സിറ്റുവേഷൻ വി മൈറ്റ് എക്സ്പീരിയൻസ് ഇൻ ലൈഫ്? റൈറ്റ് ദം ബിലോ. ജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടി വന്നേക്കുന്ന ചില അടിയന്തര സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? താഴെ എഴുതുക എന്നാണ് പറഞ്ഞേക്കുള്ളത്. വേറെന്തൊക്കെയാണുള്ളത്? ഗ്യാസ് ലീക്ക്, ഹാർട്ട് അറ്റാക്ക്, പിന്നെ ഇലക്ട്രിക്കൽ ഷോക്ക്. അങ്ങനെ ഇത് നിങ്ങൾ തന്നെ എഴുതണേ, സിമ്പിൾ അല്ലേ? എല്ലാം പറഞ്ഞതുപോലെ എഴുതിയാലേ നിങ്ങളൊന്നും ചിന്തിക്കൂല. ഇത് നിങ്ങളുടെ ചിന്തയിൽ എന്താ വരുന്നത് അത് എഴുതിയാൽ മതി. ഓക്കെ. ആക്ടിവിറ്റി 6, റീഡ് ദ ഫോളോവിങ് സെന്റൻസസ് കെയർഫുള്ളി. ഇനി പറയുന്ന വാക്കുകൾ ശ്രദ്ധാപൂർവം വായിക്കുക. ദിൽന ആൻഡ് ഹെർ ബ്രദർ were playing in the backyard. She ran to the door and opened it. ആ അണ്ടർലൈൻ ചെയ്ത വാക്കുകളില്ലേ, ദിൽന, ബാക്ക്യാർഡ്, ഡോർ എന്നൊക്കെ അണ്ടർലൈൻ ചെയ്ത വാക്കുകൾ കണ്ടോ? അതിനെ നെയിമിംഗ് വേർഡ്സ് എന്നാണ് പറയുക. നെയിമിംഗ് വേർഡ്സ് ആർ ദി നെയിംസ് ഓഫ് പീപ്പിൾ, പ്ലേസസ്, അനിമൽ ആൻഡ് തിങ്സ്. നെയിമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ പേരാവാം, മൃഗത്തിൻ്റെ പേരാവാം, സ്ഥലത്തിൻ്റെ പേരാവാം, അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ പേരാവാം. ഓക്കെ. ഫൈൻഡ് ഔട്ട് മോർ നെയിമിംഗ് വേർഡ്സ് ഫ്രോം ദി സ്റ്റോറി ആൻഡ് റൈറ്റ് ദം ഹിയർ. ഈ കഥയിൽ വേറെ കുറേ നെയിമിംഗ് വേർഡ്സ് ഉണ്ടായില്ലേ, അത് എഴുതാനാണ് പറഞ്ഞത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം, നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ. ബ്രദർ, ഫയർമാൻ, ലേഡി ഓഫീസർ, അവാർഡ്, ഫോൺ, ഇങ്ങനെ കുറേ വാക്കുകളില്ലേ. നിങ്ങൾ ഈ കഥ ഒന്നുകൂടി വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. ഇങ്ങനത്തെ കുറേ വാക്കുകളില്ലേ, അത് എഴുതിയാൽ മതി. നെക്സ്റ്റ് നോക്കാം. ഇത് സിമ്പിളാട്ടോ. ആക്ടിവിറ്റി 7, ലുക്ക് അറ്റ് ദി ഫോളോവിങ് പിക്ചർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സൂട്ടബിൾ ആക്ഷൻ വേർഡ്സ്. താഴെയുള്ള പിക്ചർ കണ്ടോ? ആ വിട്ടുപോയ സ്ഥലം ഫില്ലാക്കാനാണ് പറയുന്നത്. ഇപ്പം ഇവിടെ കണ്ടോ, ദിൽന ഈസ് എന്താ? സ്കിപ്പിംഗ്. ദിൽന ഈസ് സ്കിപ്പിംഗ്. ഐസാക്ക് ഈസ് ദ ട്രീ എന്നുണ്ട്. ഐസാക്ക് ഈസ് ക്ലൈംബിംഗ് ദ ട്രീ. ക്ലൈംബിംഗ്. ഓക്കെ. ഐസാക്ക് ഈസ് ക്ലൈംബിംഗ് ദ ട്രീ. ദിൽന എന്താ ചെയ്യുന്നത്? റീഡിംഗ് ദ ബുക്ക്. ഓക്കെ. ദേ ആർ ഫാസ്റ്റ്. ഇപ്പം എന്തായിരിക്കും? ദേ ആർ റണ്ണിങ് ഫാസ്റ്റ്. ഓക്കെ. ദേ ആർ എന്താ? വാച്ചിങ് ദ ടി വി. ദേ ആർ വാച്ചിങ് ദ ടി വി. ദേ ആർ എന്താ? ദേ ആർ പ്ലേയിങ് വിത്ത് ഫ്രണ്ട്സ്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. ഇവിടെ കുറേ വാക്കുകളില്ലേ, ഇത് ഓർഡർ തെറ്റിയിട്ടാണ് ഉള്ളത്. ഇതിനെ കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞത്. ഇതിൻ്റെ കറക്റ്റ് ഓർഡർ എന്താ? ഇതിലാദ്യം എന്താ വരിക? ദിൽനയും ഐസാക്കും വീടിൻ്റെ പിന്നാമ്പുറത്ത് കളിച്ചുകൊണ്ടിരുന്നു അല്ലേ? പ്ലേയിങ് ഇൻ ദ ബാക്ക്യാർഡ്, അതാണ് ഫസ്റ്റ് വരിക. ദേ സ്പോട്ടഡ് എ പ്ലേറ്റ് ഓഫ് കുക്കീസ് ഓൺ ദി ടേബിൾ, അതാണ് സെക്കൻഡ് വരിക. തേർഡ് എന്താ വരിക? ദിൽന റഷ്ഡ് ടു ഹെർ മദർ ആൻഡ് ഷൂക്ക് ഹെർ ജെന്റ്ലി. ഫോർത്ത്, she ran to the phone and dialed 101. Fifth, two firemen rushed into the house. Next, the mother smiled at the fireman and thanked them. Last എന്താ വരിക? Dilna was invited to the fire station to receive an award. അത് ലാസ്റ്റാണ് വരിക അല്ലേ? ഓക്കെ. നെക്സ്റ്റ് നോക്കാം. Now, let's see some other heroes who protect us. Enjoy the poem. ഇനി നമ്മളെ സംരക്ഷിക്കുന്ന മറ്റ് ചില ഹീറോകളെ കാണാം. കവിത ആസ്വദിക്കുക. എവറിഡേ ഹീറോസ്. എവറിഡേ ഹീറോസ്, ദൈനംദിന ഹീറോകൾ, എല്ലാ ദിവസത്തെ ഹീറോകൾ. യു മൈറ്റ് സീ ദം ഇൻ യൂണിഫോം ഓർ മേ ബി നോട്ട് അറ്റ് ഓൾ, ബട്ട് നോ ദേ വിൽ ബി ദർ വെൻ ദേ ഗെറ്റ് ദി കോൾ. നോ ടോക്ക് ഓഫ് ഗഡ്സ് ആൻഡ് ഗ്ലോറി, മോർ ലൈക്ക് പ്രൊട്ടക്ട് ആൻഡ് സെർവ്, എ സിമ്പിൾ ഓഫ് ഡിവോഷൻ and respect that they deserve. These are everyday heroes, these men and women in hue. And don't forget the working dogs, they are heroes too. Know that if you need them, a hero will be near
to help you in the darkest times and take away the fear. You may see them in uniform or maybe not at all, but know they will be there when they get the call. No talk of guts and glory, more like protect and serve. A symbol of devotion and respect that they deserve. These are everyday heroes, these men and women in hue. And don't forget the working dogs, they are heroes too. Know that if you need them, a hero will be near to help you in the darkest times and take away the fear. ഇവിടെ 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഹു ആർ ദ ഹീറോസ് മെൻഷൻഡ് ഇൻ ദ പോയം? ഈ പോയമിൽ മെൻഷൻ ചെയ്തിട്ടുള്ള നായകന്മാർ ആരൊക്കെയാണ്? ആരൊക്കെയാ ഇതിൽ മെൻഷൻ ആക്കിയിട്ടുള്ളത്? മെൻ ആൻഡ് വുമൻ ഇൻ ദ യൂണിഫോം ആൻഡ് വർക്കിംഗ് ഡോഗ്സ് അല്ലേ? വാട്ട് ഡു ദീസ് ഹീറോസ് ഡു വെൻ ദേ ആർ കോൾഡ്? ഈ നായകന്മാരെ വിളിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? ദേ കം ടു ഹെൽപ്പ്, അവർ വന്ന് സഹായിക്കും. വൈ ഡു യു തിങ്ക് ദ ഓത്തർ കോൾ ദീസ് ഹീറോസ് എവറിഡേ ഹീറോസ്? ഈ നായകന്മാരെ രചയിതാവ് എവറിഡേ ഹീറോസ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാ? They are always ready to help, no matter the time or day. So, the author called everyday heroes. Next നോക്കാം. Read the following lines from the poem. You might see them in uniform, or maybe not at all, but know they will be there when they get the call. The words all and call end with the same sound. They are rhyming words. ഇതിൽ ഓളും കോളും വരുന്നത് റീമിംഗ് വേർഡ്സ് ആണ്. ഈ കവിതയിൽ വേറെ കുറേ റീമിംഗ് വേർഡ്സ് ഉണ്ട്. അതെന്തൊക്കെയാണ്? ഫൈൻഡ് ഔട്ട് മോർ റീമിംഗ് വേർഡ്സ് ഫ്രം ദി പോയം ആൻഡ് റൈറ്റ് ദം ബിലോ. ആ കവിതയിൽ നിന്ന് കൂടുതൽ റീമിംഗ് വേർഡ്സ് കണ്ടെത്തി താഴെ എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ കണ്ടോ? സെർവ് ആൻഡ് ഡിസർവ്, ഹീറോസ് ആൻഡ് ഡോഗ്സ്, ഹ്യൂ, ടു, നിയർ, ഫിയർ. ഇതൊക്കെയാണ് റീമിംഗ് വേർഡ്സ്. ഓക്കെ. ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിങ്ങളുടെ സ്കൂൾ സന്ദർശിക്കുന്നുണ്ടെന്ന് കരുതുക. അദ്ദേഹത്തോട് അല്ലെങ്കിൽ അവളോട് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ തയ്യാറാക്കുക. ഇവിടെ ഒരു ചോദ്യം കണ്ടോ? ഡു യു ലൈക്ക് യുവർ ജോബ്? വൈ? നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ഇഷ്ടമാണോ? എന്തുകൊണ്ട്? വേറെന്തൊക്കെ ചോദിക്കാം? നിങ്ങൾക്ക് ഈ ജോലി ഇൻട്രസ്റ്റഡ് ആണോ എന്ന് ചോദിക്കാം. നിങ്ങളുടെ ഈ ജോലിയിൽ എന്തെങ്കിലും പ്രതിസന്ധി നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാം. നിങ്ങൾക്ക് ഈ ജോലിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താ എന്ന് ചോദിക്കാലോ. എന്തായിരിക്കും ഒരു പോലീസിന് ഏറ്റവും ഇഷ്ടം? എന്താ? കള്ളനെ പിടിക്കലായിരിക്കും അല്ലേ? ജനമൈത്രി പോലീസ് എന്തിനാ ഉള്ളത് എന്ന് ചോദിക്കാലോ. അതെല്ലാം നിങ്ങൾ തന്നെ എഴുതൂലേ? ഓക്കെ. ഇനി വരാൻ പോകുന്നത് ഒരു സ്റ്റോറിയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ. നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റീസുമായി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സ്കൂൾ ഫൺ ടൈം എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് ഇട്ടാൽ മതി. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. ഓക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ.